ഞാനൊരു കഥ പറയാം. അതായത് എന്നൊരു വലിയൊരു നാഷണൽ കമ്പനീൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഈ കമ്പനീൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി നമ്മളെ സുപ്രീം കോർട്ട് വരെ കൊണ്ടുപോകും. അമ്മാതിരിത്തെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഹോൾഡുള്ള കമ്പനിയാണ്. അത് മാത്രമല്ല, അവർക്ക് ഭയങ്കരമായിട്ട് അവർക്കൊരു എന്താ പറയുക, ഇതില്ല, ടോളറൻസ് ഇല്ല. അങ്ങനത്തെ ഒരു കമ്പനിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആ കമ്പനി അവരെ ഒരു അവർ പാരന്റ് അല്ല, അവരൊരു സബ്സിഡറി ഡിവിഷൻ ആയിട്ടുള്ള ഒരു കമ്പനി ഇറക്കുന്ന ഷാംപൂവിൻ്റെ ഒരു പരസ്യം ചെയ്യാൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വീഡിയോ ആ ഷാമ്പൂവിനെ പറ്റി പറയുന്നത് ഇടുക. അത് ഇട്ട് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടുക. അത് കഴിഞ്ഞിട്ട് അതായത് 3 ആഴ്ചയിൽ 3 വീഡിയോ. 3 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോന് 5 ലാക്ക് എന്ന് പറഞ്ഞിട്ട് 3 വീഡിയോന് 15 ലക്ഷം റുപ്യ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ തന്നെ, ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ തന്നെ 10 ലാക്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കി തേർഡ് വീഡിയോ ഇട്ട് കഴിയുമ്പോഴാവും 5 ലാക്സ് കിട്ടുക. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്നാമത് നിങ്ങൾക്കറിയാലോ, എൻ്റെ ഈ ചാനലിൽ ഹെയർ ഗ്രോത്ത്, നമ്മളെ ക്ലിനിക്കിനെ പറ്റിയും നമ്മുടെ എല്ലാ ബ്രാഞ്ചസിനെ പറ്റിയാണ് ഇതിൽ ഇടാറ്. അത് മാത്രമല്ല, നമ്മളെ ഇതിലുള്ള എല്ലാ ഫോട്ടോസ് ആൻഡ് ഇമേജസ് എല്ലാം ഒറിജിനൽ പേഷ്യൻസിൻ്റെയാണ്. നിങ്ങൾക്ക് അത് ഏത് പേഷ്യൻ്റ് വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഏതാ പേഷ്യൻ്റ് ചോദിക്കാൻ ഡീറ്റെയിൽസും ഡാറ്റയും നമുക്ക് തരാൻ പറ്റും. അങ്ങനത്തെ അത്രയും ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ലാപ്പിൻ്റെ ഇതിലിടാറുള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാം. 15 ലക്ഷം റുപ്യ എനിക്ക് സിമ്പിളായിട്ട് ഒരാഴ്ചയിൽ കിട്ടും, ഒരൊറ്റ ആഴ്ച കൊണ്ട് കിട്ടും എന്നുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം. പക്ഷേ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രൊഡക്റ്റിനെ പറ്റി അന്വേഷിക്കണം. ഈ പ്രൊഡക്റ്റിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഈ പ്രൊഡക്റ്റിൽ ഫോർമാൽഡിഹൈഡും അതിൻ്റെ കൂടെ തന്നെ ഒരു DMDM എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റും ഉണ്ട്, ഒരു സാധനമുണ്ട്, ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതും കൂടി കുറച്ച് കൂടുതലാണ് ഈ പ്രൊഡക്റ്റിൽ. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പ്രൊഡക്റ്റ് നമ്മൾ തലയിൽ കുളിക്കുന്ന നേരത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ തലയിൽ ഡ്രയർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യാൻ വിചാരിക്കുക. തലയിൽ ഈ ചൂട് തട്ടുമ്പോൾ ഈ DMDM ഫോർമാൽഡിഹൈഡും കൂടി ഒരു പ്രത്യേക റിയാക്ഷൻ ഉണ്ടായി നമുക്ക് ടോട്ടാലിസ്, അതായത് അലോപേഷ്യ ടോട്ടാലിസ് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഉണ്ടായിട്ടുണ്ട്. അതിന് കമ്പനി US ഒരു എന്താ പറയുക, ഒരു 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 ഇത് പോയിട്ടുണ്ടായിരുന്നു. അവർ കമ്പനിക്കെതിരെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 100 കോടി റുപ്യൻ്റെ ഫയൽ ചെയ്ത കമ്പനിക്കെതിരെ മീൻസ് അവർക്ക് കൊടുക്കേണ്ടി വന്നു. അങ്ങനത്തെ ഒരു കമ്പനിയാണ്. അപ്പോൾ അവർക്ക് 100 കോടി റുപ്യ ഇന്ത്യൻ റുപ്പീസ് കൊടുക്കാൻ അവർക്കൊരു ചില്ലറ പൈസയാണ് അത്. കാരണം എന്താ വെച്ചാൽ, അവർ അത്രയും $multi-billion കമ്പനിയാണ് ഈ കമ്പനി. അപ്പോൾ നമുക്ക് കമ്പനി വെച്ചിട്ട് മാത്രമല്ല, പ്രൊഡക്റ്റ് ഭയങ്കര നല്ല കമ്പനിയാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രൊഡക്ട്സും നല്ലതാവണമെന്നില്ല. ഓരോ കമ്പനിക്കും പല പല പ്രൊഡക്ട്സ് ഉള്ളതിൽ ചില പ്രൊഡക്റ്റിന് നെഗറ്റീവ്സ് ഉണ്ടാവും. അത് മനസ്സിലാക്കിയിരിക്കുന്ന ആളാണ് അവിടെയാണ് നമ്മളെ വിജയം. കാരണം ഞാനിപ്പോൾ ഈ പ്രൊമോട്ട് ചെയ്ത് നോക്കിയാൽ, ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഈ അലോപേഷ്യ ടോട്ടാലിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഉത്തരവാദി ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ നിന്നുള്ള പ്രൊഡക്ട്സും മാത്രം കൊണ്ട് നടക്കുമ്പോൾ ഞാൻ എന്തിനാണ് വെറുതെ വയ്യാവിൽ പിടിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തില്ല. പക്ഷെ അതെനിക്ക് ഉറപ്പാണ്, ആ ഒരു ഓഫർ ഏതെങ്കിലും ഒരു ഡോക്ടർ എടുക്കും. ഷുവർ 100% ഷുവർ. കാരണം എന്താ വെച്ചാൽ, അവർ അത്രയും നല്ലൊരു ഓഫറാണ് കൊടുക്കുന്നത്. കാരണം വെറും 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ യൂട്യൂബ് ചാനലിന് അവർ തരുന്നത് ഏകദേശം 5 ലാക്കാണ് പെർ വീഡിയോ. 3 വീഡിയോ ഇട്ടാൽ 15 ലക്ഷം. ആ സെറ്റ്. അങ്ങനെയാണ് എല്ലാം പോണ്. പക്ഷേ നമുക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊമോഷൻ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നവരും മനസ്സിലാക്കുക, അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് എല്ലാം കാണുക. അതായത് ഒരു വീഡിയോ ഒരാൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നത് നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക അത് ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. അല്ലാതെ അത് അയാളെ സെൽഫായിട്ടുള്ള എന്താ പറയുക, അയാളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമായിട്ട് വിചാരിക്കേണ്ട. അത് അങ്ങനെ വിചാരിച്ചാൽ അത് വാങ്ങാൻ നിൽക്കണ്ട. എല്ലാവർക്കും പണി കിട്ടും. കുറേ യൂട്യൂബേഴ്സ് ഇപ്പോൾ ഒരു ധാരണ ഇതിനെപ്പറ്റി ഇല്ലാത്ത ആളുകളൊക്കെ ഇതിനെപ്പറ്റി പല പല പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ചൈനയിൽ ഇപ്പോൾ ഒരു നിയമം വന്നിട്ടുണ്ട്. മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ യോഗ്യരായവർ, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫാർമയിലുള്ള നഴ്സസ്, അവരൊക്കെ ആണെങ്കിൽ മാത്രമേ മെഡിക്കൽ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ ചാനൽ അടിച്ചു പൂട്ടി പോകും. അങ്ങനെ നിരവധി ചാനൽ അവിടെ ചൈനയിൽ അടിച്ചു പൂട്ടി പോയിട്ടുണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ എന്താ വരാത്തത് എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക, ഫേക്ക് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ക്വാക്സ് യൂട്യൂബ് വഴി പല കാര്യങ്ങൾ പറയണത്. എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങൾ. ഞാനിപ്പോൾ അടുത്തൊരു ചാനലിൽ ഒരു കാര്യം കണ്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഒരു ഓയിൽ തേച്ചിട്ട് മുടി വരുന്ന കേസ്. ദൈവമേ, ആ ഓയിൽ തേച്ചിട്ട് മുടി വരും എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവർ വിഗ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്.
എന്തപ്പ പറയാ? അങ്ങനത്തെയൊക്കെ ഒരു ലെവൽ ഓഫ് എന്താണ് എന്ത് വേണമെങ്കിലും ആൾക്കാര് വിശ്വസിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പല ആളുകളും ഇതിലോട്ട് പല കാര്യങ്ങളും പറഞ്ഞു വരുന്നത്. പിന്നെ അവര് ഇന്റർവ്യൂ ചെയ്യുന്ന ഓരോരോ ചാനൽസിന് അവർക്ക് റീച്ച് മാത്രം മതി. അപ്പൊ നിങ്ങള് ശ്രദ്ധിക്കേണ്ടത് നിങ്ങള് പറ്റിക്കപ്പെടാതിരിക്കുക. എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കി മാത്രം നോക്കുക. അതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കാണുമ്പോഴും ആ ഡോക്ടർ രജിസ്റ്റേർഡ് ആണോ? TCMC ആണ് നമുക്കിവിടെ രജിസ്ട്രേഷൻ വേണ്ടത്. TCMC രജിസ്റ്റേർഡ് ആണോ എന്ന് നോക്കണം. അതുമാത്രമല്ല TCMC രജിസ്റ്റേർഡ് ആണോ എന്ന് നോക്കണം. പൈസ കൊടുത്ത് മീൻസ് ചൈനയിലോ എവിടെയൊക്കെ പഠിച്ചതാണെങ്കിലും ഇവിടെ വന്നിട്ട് TCMC രജിസ്റ്റേർഡ് ആയിരിക്കണം. അത്ര മനസ്സിലായില്ലേ? അല്ലാതെ എവിടെ പഠിച്ചാലും എന്താ പറയുക ഇവിടെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇവിടെ TCMC ആണ് നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. TCMC ഇല്ലാത്ത ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർ ഫേക്കാണ്. ഫേക്ക് എന്നല്ല അവർ ചെയ്യുന്നത് എന്താ പറയുക അഗെയിൻസ്റ്റ് റൂളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏത് ഡോക്ടറും പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാലോ ഇവിടെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ വരുന്നൊരു ഏരിയയാണത്. അതും നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ആ ഡോക്ടറെ പറ്റി ഫുള്ള് പഠിക്കുക. ഡോക്ടർ ഒരു ട്രാൻസ്പ്ലാന്റ് സർജൻ ആണോ എന്ന് മനസ്സിലാക്കുക. അത് TCMC രജിസ്റ്റേർഡ് ആണോ എന്ന് നോക്കുക. പല പല ഡോക്ടേഴ്സ് മുംബൈയിൽ നിന്നും ഇവിടുന്ന് ദുബായിൽ നിന്നും എബ്രോഡിൽ നിന്നൊക്കെ വന്ന് ചെയ്യുന്നുണ്ട്. അവർക്ക് TCMC ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അതും നോക്കുക, അതും ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. അല്ലാതെ എടുത്ത് ചാടി ഒരു കാര്യത്തിലോട്ടും പോകരുത്. മനസ്സിലായില്ലേ? ഏഹ്, അത് അത്രയേ ഉള്ളൂ. എനിക്കിത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. താങ്ക് യു.